കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. സർക്കാർ മേഖലയിൽ കണ്ടം ചെയ്ത വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ക്രാപ്പേജ് പോളിസി പ്രകാരം നഷ്ടപ്പെട്ട വാഹനങ്ങൾക്ക് പകരമായി പുതിയ വാഹനങ്ങൾ അനുവദിക്കണമെന്നും ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഡ്രൈവർമാർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ പല തിരക്കുള്ള ഓഫീസുകളിലെയും പ്രധാനപ്പെട്ട ആളുകളെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ വാഹനങ്ങളിൽ അവരുടെ കൃത്യനിർവഹണം നിർവഹിക്കുമ്പോഴും സംഘടനാ പ്രവർത്തനം അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു KGDA ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. KGDA മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ തൊഴിൽ മേഖലയാകെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ചടങ്ങിൽ പി ശശികുമാർ അധ്യക്ഷനായി. KGDA സംസ്ഥാന പ്രസിഡന്റ് PK ബിജു സംഘടനാ റിപ്പോർട്ടും PV രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ബൈജു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. രാഘവൻ, ജയരാജൻ, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. KGDA കാസർഗോഡിന്റെ പുതിയ ഭാരവാഹികളായി പി ശശികുമാറിനെ പ്രസിഡന്റായും PV രാജേഷിനെ സെക്രട്ടറിയായും K ശ്രീനിവാസനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.